കൂത്തുപറമ്പ് വെടിവയ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. വെടിവയ്പിൽ പരിക്കേറ്റ ശേഷം പൂർണ്ണമായും കിടപ്പിലായിരുന്നു. 1994 നവംബറിലാണ് കൂത്തുപറമ്പിൽ MV രാഘവനെതിരെ നടന്ന പ്രതിഷേധത്തിനിടെ 5 പേർ മരിച്ച പോലീസ് വെടിവയ്പിൽ പുഷ്പനും ഗുരുതരമായി പരിക്കേറ്റിരുന്നത്. രാഷ്ട്രീയ എതിരാളികളുടെ ആക്രമണങ്ങൾക്കിരയായി ജീവിതം തകർന്നവർ നിരവധിയുണ്ടെങ്കിലും ജീവിക്കുന്ന രക്തസാക്ഷി എന്ന വിശേഷണം പുഷ്പനോളം ചേരുന്നവർ CPM-ൽ ആരുമില്ലായിരുന്നു. കർഷക തൊഴിലാളി കുടുംബത്തിൽ പിറന്ന പുഷ്പൻ 8ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. നാട്ടിൽ സജീവ പാർട്ടി പ്രവർത്തകനായിരുന്നു പുഷ്പൻ. കുടുംബം പുലർത്താനായി ബംഗളൂരുവിലേക്ക് വണ്ടി കയറി. അവിടെ പലചരക്ക് കടയിലായിരുന്നു ജോലി. അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ സ്വാശ്രയ കോളേജ് വിരുദ്ധ സമരം കേരളത്തിൽ ആളിക്കത്തുന്നു. പുഷ്പനും അതിന്റെ ഭാഗമായി. അങ്ങനെയാണ് 1994 നവംബർ 25 വെള്ളിയാഴ്ച കൂത്തുപറമ്പിൽ MV രാഘവനെ തടയാനുള്ള സമരത്തിന്റെ ഭാഗമായത്. കൂത്തുപറമ്പിലെ അർബൻ ബാങ്ക് സായാഹ്ന ശാഖ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു സഹകരണ മന്ത്രിയായ MV രാഘവൻ. രാഘവനെ തടയാനായി കൂത്തുപറമ്പിലും പരിസര പ്രദേശങ്ങളിലുമായി 2000-ഓളം DYFI പ്രവർത്തകരാണ് അണിനിരന്നത്. ഒടുവിൽ മന്ത്രി രാഘവൻ എത്തിയപ്പോഴേക്കും പ്രവർത്തകർ ഇരച്ചെത്തി. പോലീസ് ലാത്തിച്ചാർജ് തുടങ്ങിയതിന് പിന്നാലെ പ്രവർത്തകർ കല്ലേറ് തുടങ്ങി. ഇതോടെയാണ് വെടിവയ്പ് നടന്നത്. 2 ഘട്ടങ്ങളിലായി നടത്തിയ പോലീസ് വെടിവയ്പിൽ കഴുത്തിന് പിന്നിലേറ്റ വെടിയുണ്ട പുഷ്പന്റെ സുഷുമ്ന നാഡിയിലാണ് പ്രഹരമേൽപ്പിച്ചത്. കഴുത്തിന് താഴേക്ക് തളർന്ന് പുഷ്പൻ വീണു. അന്നു മുതൽ പുഷ്പൻ കിടപ്പിലായിരുന്നു. നിരവധി അസുഖങ്ങൾ കാരണം 2 മാസത്തിലേറെയായി ചികിത്സയിൽ കഴിയവെയാണ് മരണം. മലയാളം ടെലിവിഷൻ, കണ്ണൂർ. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.